പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ രണ്ടാം സംഘത്തെ നാടുകടത്തി അമേരിക്ക. 119 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള 2 US സൈനിക വിമാനങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി അമൃത്സറിൽ ലാൻഡ് ചെയ്യും. ട്രംപിന്റെ കുടിയേറ്റ നയത്തെ പ്രകീർത്തിച്ച മോദിയുടെ വൈറ്റ് ഹൌസ് പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാടുകടത്തൽ തുടരുന്നത്. 119 ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള 2 US സൈനിക വിമാനങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി അമൃത്സറിലെ ഗുരു രാംദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും. പഞ്ചാബിൽ നിന്നും 67, ഹരിയാനയിൽ നിന്നും 33, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മനാടായ ഗുജറാത്തിൽ നിന്നും 8 കുടിയേറ്റക്കാരാണ് സംഘത്തിലുള്ളത്. UP, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റുള്ളവർ. അനധികൃതമായി കുടിയേറുന്നവർക്ക് നിയമപരമായി തുടരാനുള്ള അവകാശമില്ല എന്ന മോദിയുടെ വൈറ്റ് ഹൌസ് പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രണ്ടാം ഘട്ട നാടുകടത്തലുണ്ടാകുന്നത്. ഇന്ത്യക്കാരെന്ന് തെളിയിക്കുന്ന രേഖകളുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരികെ സ്വീകരിക്കുമെന്നും മോദി US-നെ അറിയിച്ചു. അതേസമയം ഇന്ത്യക്കാരെ ചങ്ങലിൽ ബന്ധിച്ച് നാട് കടത്തുന്നതിലെ ഇന്ത്യയുടെ ആശങ്ക മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ പരാമർശിക്കപ്പെട്ടോ എന്ന് സംബന്ധിച്ച് ഇതുവരെ വിശദീകരണമൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഫെബ്രുവരി 5-ന് അമൃത്സറിലെത്തിയ ആദ്യ സംഘത്തിൽ 104 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരെ തടവുകാരെ പോലെ കൈകാര്യം ചെയ്തതിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉണർന്നത്. പ്രോട്ടോകോൾ പാലിച്ചാണ് കൈമാറ്റമെന്ന് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചെങ്കിലും ഇന്ത്യയുടെ ആശങ്ക US-നെ അറിയിച്ചിരുന്നു. അതേസമയം മെക്സിക്കോ അതിർത്തി വഴി US-ലേക്ക് കടന്ന രണ്ടാം സംഘത്തിലെ ചിലർ സ്വന്തം പാസ്പോർട്ടുകൾ നശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.